കായംകുളം നഗരസഭ 5-8 വാർഡുകളിലൂടെ കടന്നുപോകുന്ന ഒട്ടുമിക്ക റോഡുകളും ജനങ്ങൾക്ക് നടന്നു യാത്ര ചെയ്യാൻ പോലും കഴിയാത്ത തരത്തിൽ വർഷങ്ങളായി സഞ്ചാര യോഗ്യമല്ലാതെ കിടക്കുകയാണെന്ന് ആരോപിച്ചും റോഡുകൾ അടിയന്തരമായി സഞ്ചാര യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടും CPI വാഴനട്ട് പ്രതിഷേധ സമരം നടത്തി. മണ്ഡലം കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഷിജി ഉദ്ഘാടനം ചെയ്തു. കായംകുളം നഗരസഭ 5-8 വാർഡുകളിലൂടെ കടന്നുപോകുന്ന ഒട്ടുമിക്ക റോഡുകളും ജനങ്ങൾക്ക് നടന്ന് യാത്ര ചെയ്യാൻ പോലും കഴിയാത്ത തരത്തിൽ വർഷങ്ങളായി സഞ്ചാരയോഗ്യമല്ലാതെ കിടക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ വർഷവും ഇതിനെതിരെ സമരങ്ങൾ നടന്നിരുന്നു. വാർഡ് കൗൺസിലർമാരോട് നിരന്തരം ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടും നാളിതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നും നാട്ടുകാർ ആരോപിക്കുന്നു. റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് CPIയുടെ നേതൃത്വത്തിൽ റോഡിൽ വാഴനട്ട് പ്രതിഷേധിച്ചു. CPI മണ്ഡലം കമ്മിറ്റി അംഗം ഷിജി ഉദ്ഘാടനം നിർവഹിച്ചു. വളരെ സൃഷ്ടിപരമായി ചിന്തിച്ച് അതിനുവേണ്ട നടപടികൾ സ്വീകരിച്ച് ജനങ്ങൾക്ക് സഞ്ചാരം സ്വാതന്ത്ര്യം നടപ്പാക്കുന്നതിനും അവർക്ക് നന്നായി സഞ്ചരിക്കുവാനും കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു ജനപ്രതിനിധിയുടെ പരമമായ ലക്ഷ്യം. അതാണ് അവരുടെ കടമ. ആ കടമ തിരിച്ചറിയാൻ കഴിയാത്ത അതെന്തിനു വേണ്ടിയാണ് എന്നാണ് ഇവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ജനപ്രതിനിധിയായി വന്നാൽ സ്വന്തം കാര്യങ്ങൾ കൂടുതൽ നടത്താനുള്ള ഒരു ഉദ്യോഗമായി ഈ വാർഡിലെ കൗൺസിലർമാർ കാണുന്നു. സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് തർക്കമില്ല. സ്വന്തം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ നാട്ടുകാരുടെ കാര്യം കൂടി ചെയ്യുവാൻ തയ്യാറാകണം. സ്വന്തം വാർഡിന്റെ ജനപ്രതിനിധി ആ വാർഡിലെ ജനങ്ങളോട് കള്ളക്കേസ് കൊടുക്കുകയും അവരെ ചതിക്കുകയും ചെയ്യുന്ന സമീപനം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഒരു ജനപ്രതിനിധിയെ കാലത്തിന്റെ കുത്തൊഴുക്കിൽ ജനങ്ങൾ പുറങ്കാലുകൊണ്ട് തട്ടും എന്ന് കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ അവസരത്തിൽ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ സമരം കേവലമായ ഒരു പ്രതിഷേധം കൊണ്ട് മാത്രം അവസാനിക്കുന്നതല്ല. ഞങ്ങളാരും തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരല്ല. ഞങ്ങളാരും കൗൺസിലറാകാൻ വേണ്ടി ആളുകളുടെ മുമ്പിൽ അഭിനയിക്കുന്നവരല്ല. ഞങ്ങളെല്ലാം കൗൺസിലറായിട്ട് ജയിച്ചു വന്നിട്ടുണ്ടെങ്കിൽ, ജനങ്ങളുടെ മാൻഡേറ്റ് കിട്ടി വന്നിട്ടുണ്ടെങ്കിൽ ജനങ്ങളോട് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നവരാണ്. ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി Y സജീർ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സമീർ ചിറയിൽ സ്വാഗതം പറഞ്ഞു. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സജീർ, രാമദാസ്, സിജുമോൻ, അഫ്സൽ, അഷ്റഫ്, നിസാം എന്നിവർ സംസാരിച്ചു. മുഹിയുദ്ദീൻ പള്ളിക്ക് മുൻവശമുള്ള റോഡ്, ചെമ്പകപ്പള്ളി പള്ളിക്ക് മുൻവശത്തെ റോഡ്, കടേശ്ശേരിൽ ഭാഗത്തെ റോഡ്, നായ്ക്കൻ പറമ്പ് ജംഗ്ഷന്റെ സമീപത്തുള്ള റോഡ്, ചിത്തിനേത്ത് ഭാഗത്തുള്ള റോഡ് തുടങ്ങി മുഴുവൻ റോഡുകളും പൊതുജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയാത്ത വിധം തകർന്നു കിടക്കുകയാണെന്നും ഈ റോഡുകൾ അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്നും സമരത്തിൽ പങ്കെടുത്തവർ ആവശ്യപ്പെട്ടു. CDNet ന്യൂസ്, കായംകുളം.